ചില കാര്യങ്ങൾ ഒന്ന് ചേർത്ത് വെച്ച് പോകേണ്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദം ആരംഭിച്ചത് മാസങ്ങൾക്ക് മുമ്പായിരുന്നു. ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടുകൂടിയാണ് രാഹുലിന്റെ പ്രതിച്ഛായ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു രാഹുലിന്. കാരണം അവിടെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല, ആക്ഷേപങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെളിപ്പെടുത്തലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നിന്നത്. അപ്പോഴും പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അത് മറ്റ് രാഷ്ട്രീയ സംഘടനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് എടുത്തത് വളരെ ധീരമായ നിലപാട് എന്നത് പറയാതെ വയ്യ. കാരണം മറ്റ് സംഘടനകളിൽ പലരും ഇത്തരം ആക്ഷേപങ്ങൾ നേരിടുക മാത്രമല്ല, FIR രജിസ്റ്റർ ചെയ്യുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ജാമ്യത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും സംഘടനാപരമായ നടപടിയിലേക്ക് പോയില്ല. ഇവിടെ ഒരു ആക്ഷേപം ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് അടക്കം പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പരാതിയും അതിന് പിന്നാലെ കോടതി നടപടികളും ആരംഭിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. അവിടെയാണ്, അതായത് ഈ പരാതിയില്ല എന്ന ആനുകൂല്യത്തിന്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടം ഏതാണ്ട് ഒരു 3 മാസം മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് ഇങ്ങോട്ട് സജീവമാകുന്ന സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവിടെ പാലക്കാട് കണ്ണാടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വ്യാപൃതനായിരിക്കുമ്പോഴാണ് അതിജീവിത പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ പുറത്തു വന്നത്. അങ്ങനെ ആ പരാതി നൽകിയത് നവംബർ 27 ആയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയ നവംബർ 27 രാഹുലിനെതിരെ അതിജീവിത പരാതി നൽകിയത്. അതാകട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് അതിജീവിത പരാതി നൽകിയത്. ശരവേഗത്തിൽ അതിൻ്റെ നടപടികൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല. പോലീസിന് കൈമാറുന്നു, നടപടിയിലേക്ക് പോകുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് രാഹുൽ ഒളിവിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. രാഹുലിന്റെ ഒളിവ് ജീവിതവും അന്ന് വൈകിട്ട് ആരംഭിച്ചതാണ്. അതായത് അതിജീവിത പരാതി നൽകിയെന്ന ബ്രേക്കിംഗ് വാർത്തകൾ മാധ്യമങ്ങളിൽ വന്ന നിമിഷം മുതൽ മാധ്യമങ്ങൾ രാഹുലിനെ തിരയുന്നു. പക്ഷേ കണ്ണാടിയിൽ നിന്ന് എവിടേക്ക് രാഹുൽ പോയി എന്നത് കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. ദോഷം പറയരുതല്ലോ, നമ്മുടെ സംസ്ഥാന പോലീസ് അപ്പോൾ തന്നെ ഉണർന്നു പ്രവർത്തിച്ചു, രാഹുലിന് വേണ്ടി വലവിരിച്ചു. അങ്ങനെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് പൊള്ളാച്ചിയിൽ അടക്കം പരിശോധനകൾ നടത്തിയിരുന്നു. കോയമ്പത്തൂരിലേക്ക് അന്വേഷണ സംഘം പോയി എന്നാണ് അറിയുന്നത്. കർണാടകത്തിൽ ഉൾപ്പെടെയൊക്കെ വ്യാപകമായ പരിശോധനയായിരുന്നു ആ ഘട്ടത്തിൽ നടത്തിയത്. അതിനിടെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെ രാഹുൽ സമീപിച്ച സാഹചര്യമുണ്ടായി. അങ്ങനെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നു. അപ്പോഴും രാഹുലിന് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകി എങ്കിൽ പോലും അവിടെ രാഹുലിന് തിരിച്ചടിയാണ് ഉണ്ടായത്. മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് ഇതേ വിഷയത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ഹൈക്കോടതി അവിടെ കേസ് നമുക്ക് വിശദമായി കേൾക്കാം, പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യരുത് എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനിടെയാണ് രാഹുലിന് തിരിച്ചടിയായിക്കൊണ്ട് മറ്റൊരു അതിജീവിത കൂടി രംഗത്തെത്തിയത്. ആ അതിജീവിതയാകട്ടെ KPCC നേതൃത്വത്തിനാണ് പരാതി നൽകിയത്. ആ പരാതി KPCC നേതൃത്വം പോലീസിന് കൈമാറുന്നു. അങ്ങനെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. കാരണം ഈ അതിജീവിതയുടെ മൊഴിയിൽ തനിക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നതായാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പിന്നെ ഈ FIR നിലനിൽക്കുമോ എന്ന് നിയമരംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും പറയുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടം സ്ഥിരം കുറ്റവാളിയാണ്. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു പരാതിയിന്മേൽ FIR രജിസ്റ്റർ ചെയ്തത് എന്നതാണ്. അത് രാഹുലിന്റെ നില കൂടുതൽ പരുങ്ങലിലാക്കി. കാരണം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞത് ഒന്നാമത്തെ അതിജീവിതയുടെ പരാതിയിലാണ്. അപ്പോൾ രണ്ടാമത്തെ പരാതി അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള സാങ്കേതികമായ സൗകര്യം നമ്മുടെ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും സെഷൻസ് കോടതിയിലേക്ക് രാഹുൽ പോയി. അങ്ങനെ രണ്ടാമത്തെ പരാതിയിൽ സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം. ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ആ ജാമ്യം ലഭിച്ചത് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ സമയത്താണ്. അവിടെ രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങി ഡിസംബർ 11 പുറത്തിറങ്ങിയത്. അതായത് ഏതാണ്ട് ഒരാഴ്ചയായി രാഹുൽ മാങ്കൂട്ടം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസവുമില്ലാതെ സഞ്ചരിക്കുന്നു. നിരവധിയായ ആളുകളെയൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു സംശയം, ഈ വല വിരിച്ചിരുന്ന പോലീസ് രാഹുൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഒന്നും ചെയ്യുന്നില്ലേ എന്നുള്ളതാണ്. അതായത് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കുറേയേറെ വാദങ്ങളുണ്ട്, നിരവധിയായ വാദങ്ങൾ. ഞാൻ ആ വാദത്തിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, ഇതിലിപ്പോൾ
പ്രേക്ഷകർക്ക് അടക്കമുണ്ടാകുന്ന ഒരു സംശയം, ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒരു പിടികിട്ടാപ്പുള്ളി എന്ന നിലയിലുള്ള പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം തെരഞ്ഞെടുപ്പ് ദിവസം വോട്ടെടുപ്പിൽ പങ്കാളിയായത്, പിന്നീട് വളരെ കൂളായി ചായ കുടിച്ചത്, അതിനുശേഷവും അതേ കൂളായി തന്നെ നടക്കുകയാണ്. നമ്മുടെ അന്വേഷണ സംഘം കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ? അതിനപ്പുറത്ത് എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ ഒരു നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യാൻ പോലും ഒക്കെ നമ്മുടെ അന്വേഷണ സംഘം ഇപ്പോഴും തയ്യാറാകാത്തത്? അതുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്ന ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം വന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടാകുന്നത്. അങ്ങനെ ഒളിവിൽ പോയി 2 ആഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകാനായി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുന്നതിന് പകരം ആ കേസ് പരിഗണിക്കാനായി പിന്നത്തേക്ക് മാറ്റിവെക്കുകയും ആദ്യം ഈ തിങ്കളാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചത്. അതിനുശേഷം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിരീക്ഷണം 10 ദിവസത്തേക്ക്, അതായത് കേസ് 15-ാം തീയതി പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടയുന്ന ഒരു സാഹചര്യം. അതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും 11-ാം തീയതി വോട്ട് രേഖപ്പെടുത്താനായി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനായി പാലക്കാടേക്ക് നാടകീയമായി എത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പിന്നീട് 15-ാം തീയതി കേസ് പരിഗണിച്ചപ്പോഴും അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയാണുണ്ടായത്. എന്തായാലും പോലീസ് എന്തുകൊണ്ട് മറ്റ് നടപടികളിലേക്ക്, അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ, മറ്റ് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാമല്ലോ എന്ന ഒരു പ്രധാനപ്പെട്ട സ്വാഭാവികമായ ചോദ്യം അങ്ങനെ പൊതുവിൽ നിന്ന് ഉയരും. പക്ഷേ അവിടെ നമുക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ആണ്, കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യലാണ് തങ്ങളുടെ ആവശ്യം. അതിന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല, സമാന തരത്തിലുള്ള മറ്റ് ചില പരാതികൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ 2ാമത്തെ കേസിലെ പരാതിക്കാരി മുമ്പോട്ട് വെച്ച ആക്ഷേപങ്ങൾ കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു തീരുമാനം അനുസരിച്ച് ഒരു തുടർ നീക്കത്തിലേക്ക് കടന്നാൽ മതിയെന്നൊരു വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ് ഉണ്ടായത്. അതായത് നേരത്തെ തന്നെ ചോദ്യം ചെയ്ത് അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകനുമൊക്കെ സഹകരിക്കുന്നുണ്ട് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചാൽ അത് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യമായി മാറുമോ? അതായത് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ജാമ്യം നിഷേധിക്കുന്നത് എന്ന ചോദ്യം പ്രതിഭാഗം അവിടെ ഉയർത്തും. അങ്ങനൊരു വാദത്തിനുള്ള അവസരം നിഷേധിക്കാനായിട്ടാണ് ചോദ്യം ചെയ്യൽ പോലും ഇതുവരെ അങ്ങനെ ഒരു പ്രാഥമികമായ നടപടികളിലേക്ക് പോലും കടക്കാത്തതെന്നാണ് വിവരം. മാത്രവുമല്ല, രണ്ടാമത്തെ കേസിലടക്കം ജാമ്യം നൽകിക്കൊണ്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിയിൽ പരാമർശിച്ചിരുന്നത് 2 തിങ്കളാഴ്ചകളിലൊന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്നായിരുന്നു. അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകുമോ എന്ന ചോദ്യമുയർന്നു. പക്ഷേ അതുണ്ടായില്ല. അതിന് രാഹുലിനും അഭിഭാഷകനും നൽകിയ വിശദീകരണം തന്നോട് എവിടെയും വരാൻ ഒരു ഉദ്യോഗസ്ഥരും രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല, മാത്രമല്ല ആരുടെ മുമ്പിലാണ് ഹാജരാകേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. സ്വാഭാവികമായി അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അവർ കടക്കാതിരിക്കുന്നത് ഹൈക്കോടതി ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഹർജിയിലെ പരാമർശങ്ങൾ കൂടെ കണക്കിലെടുത്ത് തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതിയെന്ന വിലയിരുത്തലുമാണ്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം, അന്വേഷണ സംഘത്തിന്റെ നിലപാട് എന്നുള്ളതാണ്. അവിടെയാണ് പ്രേക്ഷകരെ സ്വാഭാവികമായും ഈ രാഷ്ട്രീയമൊക്കെ സംശയിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായിരുന്നു. ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ സാധിച്ചില്ല. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘത്തിന്റെ കൺമുന്നിലുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് തെളിയിക്കുക എന്നതാണല്ലോ പ്രധാനം, അല്ലാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുക, ചെയ്യാതിരിക്കുക എന്നതല്ല. അവിടെ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് എന്തായിരുന്നു പ്രോസിക്യൂഷൻ ഇതുവരെ പറഞ്ഞത്? പ്രോസിക്യൂഷൻ സംസാരിക്കുന്നത് അന്വേഷണ സംഘത്തിന് വേണ്ടിയാണ്. അവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ഇല്ല എങ്കിൽ, ജാമ്യം ലഭിച്ചില്ല എങ്കിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങുകയാണ് എങ്കിൽ, ഡിസംബർ 11-നാണ് രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങിയത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പുറത്തിറങ്ങിയ ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ, രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങുകയാണ് എങ്കിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകരുത് എന്നതായിരുന്നു വാദം.
അപ്പോൾ ഈ കാലഘട്ടത്തിലൊന്നും അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ലേ? ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടം അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തില്ലേ എന്നത് സാമാന്യമായി തോന്നാവുന്ന ഏതൊരു സംശയവുമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് എന്നത് ഇവർ സാക്ഷികളെ, ഈ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികൾ ഉണ്ടാകുമല്ലോ, ആ സാക്ഷികളെ സ്വാധീനിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ സാക്ഷികളെ അടക്കം സ്വാധീനിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. മറ്റൊന്ന് എന്നത് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളതാണ്. അപ്പോഴും പ്രേക്ഷകർ ഓർക്കേണ്ടത് ഈ സ്ഥിരം കുറ്റവാളിയായ രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ നമുക്കിടയിലൂടെയൊക്കെ നടക്കുന്നത് എന്നതാണ്. ഇങ്ങനെയുള്ള വാദം ആയിരുന്നു ആദ്യ ദിനങ്ങളിൽ ഉൾപ്പെടെ കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ആജ്ഞ ഇനിയുണ്ടാകുന്ന സംശയം കോടതിയുടെ ഭാഗത്ത് നിന്ന് പല സംശയങ്ങൾ ഉയരുവാനുള്ള സാധ്യതയല്ലേ? ഇതുവരെ രാഹുൽ മാങ്കൂട്ടം മുന്നിലുണ്ടായിരുന്നു. ഒരു നോട്ടീസ് പോലും നൽകാൻ എന്തുകൊണ്ട് അന്വേഷണ സംഘം തയ്യാറായില്ല? അത്തരം ചില സംശയങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായും ഉണ്ടാകില്ലേ? ഇത്രയും ദിവസം കൺമുന്നിലുണ്ടായ ഒരാളെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ല. പക്ഷേ ഇനി മുൻകൂർ ജാമ്യം നൽകരുത് എന്ന ഒരു വാദം അത് എത്രത്തോളം നിലനിൽക്കാൻ സാധ്യതയുണ്ട് ആജ്ഞ? അഭിലാഷ്, ഈ കേസിൽ കൂടുതൽ 3 സാധ്യതകളാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇതിൽ വാദം കേൾക്കും. കോടതി വാദം കേട്ട ശേഷം നേരത്തെയുള്ളതുപോലെ അറസ്റ്റ് നീട്ടുന്ന നടപടിയിലേക്ക്, അറസ്റ്റ് തടയുന്ന നടപടിയിലേക്ക് മാറും. അതായത് അടുത്ത ഹിയറിംഗ് വരെ, അടുത്ത സിറ്റിംഗ് വരെ അറസ്റ്റ് തടയുന്ന ഒരു നടപടിയിലേക്കായിരിക്കും മാറുക. അതല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യത്തിലേക്ക് മാറും. പിന്നീടുള്ളത് മുൻകൂർ ജാമ്യം അനുവദിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളിൽ ആദ്യത്തെ സാഹചര്യമാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വാദം കേട്ട് തീരുന്നത് വരെ അറസ്റ്റ് തടയുന്ന നടപടിയിലേക്ക് പോവുകയാണ്. ആ അറസ്റ്റ് തടഞ്ഞ നടപടിയുടെ സാഹചര്യത്തിലും രണ്ടാമത്തെ കേസ് സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന വാദം അടുത്ത, അതായത് ക്രിസ്മസ് അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുമെന്ന ഒരു സാഹചര്യത്തിലുമാണ് അഭിലാഷ് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിസംബർ 11 പുറത്തിറങ്ങുന്ന, അത് വെളിച്ചത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ആ ഒരു പിന്തുണ അല്ലെങ്കിൽ ആ ഒരു ബലത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നതും അദ്ദേഹത്തിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ ഷാഡോ പോലീസ് നടക്കുന്നതും ഒക്കെയുള്ള ഒരു സാഹചര്യം. മുൻകൂർ ജാമ്യം തള്ളിയാൽ ഉടനടി അറസ്റ്റ് എന്നുള്ള നീക്കത്തിൽ തന്നെയാണ്. പക്ഷേ ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയുള്ളപ്പോൾ കോടതിക്ക് മുൻപാകെ ആരോപിക്കേണ്ടുന്ന അല്ലെങ്കിൽ കോടതിക്ക് മുൻപാകെ തെളിയിക്കേണ്ടത് പ്രത്യേകമായ ഒരു സാഹചര്യമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല എന്നുള്ളതും കോടതിക്ക് മുൻപാകെ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം അന്വേഷണത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹകരണം ഉറപ്പുവരുത്തുക എന്നുള്ളത് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഹർജിയിൽ ഉള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ആ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അടിയന്തരമായ അറസ്റ്റിലേക്ക് തന്നെ പോകുന്ന ഒരു നീക്കമാണ്. പക്ഷേ ഇന്ന് വാദം തുടരുകയോ അതല്ലെങ്കിൽ വാദം കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മറ്റൊരു ദിവസത്തിലേക്ക് വിധി പറയാൻ മാറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ വിധി പറയുന്ന ദിവസം വരെ അറസ്റ്റ് തടഞ്ഞ നടപടി തുടരുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ, മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ ഈസിയായി ഇറങ്ങി നടക്കാം. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് ആയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ ബോധ്യപ്പെടുത്താൻ പോകുന്നത് പ്രത്യേകിച്ചും അതിജീവതയെ ഭീഷണിപ്പെടുത്താനുള്ള സാഹചര്യം, തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതേസമയം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് അതിജീവിതയുമായി തനിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തുക. മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സാഹചര്യത്തിലുണ്ടായ രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇപ്പോൾ ഈ കേസ് തനിക്കെതിരെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം ഗർഭഛിദ്രമാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അത് പണിഷബിൾ ഓഫൻസ് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻകൂർ ജാമ്യം തള്ളുമോ അതല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ, കാരണം ബലാത്സംഗം മാത്രമല്ല ഈ കേസിലുള്ളത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന് പ്രോസിക്യൂഷൻ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് നീളുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം തള്ളാനുള്ള സാഹചര്യവും ഏറെയാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയോ അല്ലെങ്കിൽ വാദം തുടർന്ന് കേൾക്കുകയോ ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ വീണ്ടും അറസ്റ്റ് തടഞ്ഞ നടപടി തുടരും. അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചുകൂടി ആശ്വാസകരമായ ഒരു നീക്കത്തിലേക്കായിരിക്കും കോടതി പോവുക. അഭിലാഷ്, തീർച്ചയായും. അതായത് ബലാത്സംഗം, ഗർഭഛിദ്രം എന്നിങ്ങനെ 2 വകുപ്പുകൾ ഇതിൽ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. അവിടെ ആജ്ഞ സൂചിപ്പിക്കുന്നത് പോലെ അത്
ഗൗരവമേറിയ വകുപ്പുകൾ തന്നെയാണ്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ കൃത്യമായി പറഞ്ഞുകൊള്ളട്ടെ, ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി വിലയിരുത്തുന്നത് ആ കേസിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾക്ക് ആധികാരികമാകുന്ന വകുപ്പുകൾ, നിയമങ്ങൾ ഏതൊക്കെ എന്നത് മാത്രമല്ല, ഒരു പ്രതി, ആ പ്രതി പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ജാമ്യത്തിൽ നിന്നാൽ ആ പ്രതിക്കെതിരെ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ആ പ്രതി ഏത് തരത്തിലാണ് ഈ കേസിനെ ബാധിക്കുക, കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ, ഏതെങ്കിലും തരത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടോ, അങ്ങനെ എന്ത് തടസ്സമാണ് ഈ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടാൽ ഉണ്ടാകുന്നത്. അതിനപ്പുറത്ത് കസ്റ്റഡിയിൽ തന്നെ ലഭിച്ചുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ഇത് മാത്രമാണ് മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ. ജാമ്യം ഉൾപ്പെടെയാണെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഇത് എത്രത്തോളം ഗൗരവമേറിയ കേസാണ്, എന്താണ് ആക്ഷേപങ്ങൾ, വകുപ്പുകൾ, ഇത് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ കോടതിക്ക് മുന്നിൽ മുൻകൂർ ജാമ്യം എത്തുമ്പോൾ പ്രധാനമായും വിലയിരുത്തുന്നത് ഇത് എന്തു പരാതിയാണ്, ആ പരാതിയിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്, ആ അന്വേഷണത്തിന് അറസ്റ്റ്, കസ്റ്റഡി പോലുള്ള നടപടികൾ എത്രത്തോളം അനിവാര്യമാണ്.